children, welcome back to my channel LKLS Maths class. ഇന്ന് നമ്മൾ arithmetic progression exercise 5.2 സെവൻത്ത് വൺ ആണ് കേട്ടോ. സെവൻത്ത് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഫൈൻഡ് ദ 31st term of AP. Find the 31st term of an AP whose 11th term is 38 and the 16th term is 73. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടി നോക്കാം. ഫൈൻഡ് ദ 31st term of an AP. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? 31st ടേം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആ 31st ടേമിൽ 11ാമത്തെ ടേം എത്രയാണ്? 38 ആണ്. ദെൻ 16th അതിൽ തന്നെ 16ാമത്തെ ടേം എത്രയാണ്? 73 ആണ്. പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 31ാമത്തെ ടേം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് പ്രകാരം അല്ലേ, തന്നിട്ടുള്ള എന്താണ്? 11th ടേം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നത് നമുക്കെടുത്ത് എഴുതാം. സി 11th ടേം ഈക്വൽ ടു വാട്ട്? 38. ഞാനിവിടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, അപ്പോൾ ഇവിടെ നിന്നാണ് ആൻസർ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ടേം ആദ്യം എടുത്ത് എഴുതുക. തന്നിരിക്കുന്ന 11th ടേം ആയതുകൊണ്ട് 11th ടേം 38 എന്നറിയാം. നമുക്കറിയാലോ ഈ 11th ടേം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത് an തന്നെയല്ലേ? അതിൻ്റെ ഫോർമുലയും അറിയാലോ. ഇതായിരിക്കുമല്ലേ നമ്മുടെ ഫോർമുല? എന്താണ്? an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ക്ലിയർ? ഇതാണ് നമ്മുടെ ഫോർമുല. സോ അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്ത് പോകേണ്ടത് നമ്മൾ. അപ്പോൾ എന്താണ്? അപ്പോൾ 11th ടേം ഈക്വൽ ടു 38. സോ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ് ആ 38 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 11th ടേം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 11th ടേം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക? a പ്ലസ് ഈ n ആണ്. n എന്ന് പറയുന്നത് എന്താ? ഇവിടെ 11 ആണ് അല്ലേ. അപ്പോൾ 11th ടേം 38 തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? അത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു an ഉണ്ടോ? അതല്ലെങ്കിൽ ഇങ്ങനെ പറയാം, an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പോൾ നമ്മളിവിടെ ഒന്ന് തിരിച്ചെഴുതുന്നേ ഉള്ളൂ. ഉണ്ട് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ് എന്തെന്ന്? ഈ 38. അതായത് നമുക്കിവിടെ nth ടേമാന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് 11 അല്ലേ. അപ്പോൾ നോക്കിയേ, a പ്ലസ് ഈ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? ഈ 11 മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 38. ക്ലിയർ ആയല്ലോ. ഇനി എന്ത് ചെയ്യണം? ദേ a പ്ലസ് 11 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 10d ഈക്വൽ ടു 38. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തോളുക. ഇത് ഫസ്റ്റ് ഇക്വേഷനാണ് കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുള്ള എന്താ വെച്ചാൽ 16th ടേം നമുക്ക് 73 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 11th ടേം തന്നതുകൊണ്ട് നമ്മൾ 11th ടേമിനെ അത് എങ്ങനെ ഒരു സോൾവ് ചെയ്ത് വെച്ചു. കാരണം എന്താ അറിയോ, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾക്കിത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം കൂടിയേ തീരുള്ളൂ. എ വേണം, ദെൻ വാട്ട് വി നീഡ് ഡിഫറൻസ് വേണം. പക്ഷേ ഇത് രണ്ടും നമ്മുടെ കയ്യിലില്ല അല്ലേ. അപ്പോൾ തന്നത് വെച്ചിട്ട് നമ്മൾക്കിത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നത് 11th ടേം എത്രയാണ്? നമ്മുടെ 38 ആണ്. അതുകൊണ്ടാണ് നമ്മൾ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 38. n മീൻസ് വാട്ട്? ഈ 11th ടേം തന്നെയാണ്. സോ അവിടെ 11ൻ്റെ സ്ഥാനത്ത് എന്നിൻ്റെ സ്ഥാനത്ത് 11 കൊടുത്തു. ക്ലിയർ ആയല്ലോ. അതേപോലെ നമുക്കിനി തന്നിട്ടുള്ള എന്താണ്? 16th ടേം അല്ലേ. 16th ടേം എത്രയാണ് തന്നിട്ടുള്ളത്? 73 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു a n എന്ന് പറഞ്ഞാൽ എന്താണത്? 73 കൊടുക്കുക. ഇനി നോക്കിയാൽ a പ്ലസ് n മൈനസ് 1. സോ 16 മൈനസ് 1 ഇൻറ്റു d ആണ് 73 അല്ലേ. ഇവിടെ എന്ത് എഴുതി? a പ്ലസ് ഇതിൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 15d ഉണ്ടോ? a പ്ലസ് 15d ഈക്വൽ ടു 73. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? നമുക്കിതിനെ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനായിട്ട് നമുക്കിതിനെ എടുക്കാം. കണ്ടോ? ക്ലിയർ ആയില്ലേ. അപ്പോൾ ഫസ്റ്റ് ഇതേ കണ്ടോ, a പ്ലസ് 10d ഈക്വൽ ടു 38 എന്നും നമുക്കിവിടെ കിട്ടിയ എന്താണ്? a പ്ലസ് 15d ഈക്വൽ ടു 73 എന്നും. അപ്പോൾ തന്നത് വെച്ചുകൊണ്ട് വേണം നമ്മൾ പിടിച്ച് കയറാൻ. ഓക്കെ, എനിക്ക് ഇനി സോൾവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സോൾവ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നിട്ടുള്ള എന്താ വെച്ചാൽ സോൾവ് 1 and 2 വിച്ച് മീൻസ് വാട്ട്? വി ഗോട്ട് 2 ഇക്വേഷൻസ് ഹിയർ. സി ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? ഇതാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി എടുക്കുക. കണ്ടോ? ഫസ്റ്റ് ഇക്വേഷൻ a പ്ലസ് 10d. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? a പ്ലസ് 10d ഈക്വൽ ടു 38 ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ a പ്ലസ് 15d ഈക്വൽ ടു 73 സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മളിതിനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ഡിക്ക് വന്നിട്ടുണ്ട് 10d എന്നും 15d ആണ്. ഇവിടെ നോക്കിയേ, എകൾ രണ്ടും a ആണ് അല്ലേ. ഇതിൻ്റെ മുന്നിൽ ഒരു നമ്പറോ ഒന്നുമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യാം. അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ, അതായത് ക്യാൻസൽ ചെയ്ത് കളയാം ഈ എയെ. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കിവിടെ അങ്ങനെയാണോ ഉള്ളത്? രണ്ടും പോസിറ്റീവാണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ
ചേഞ്ച് ചെയ്യണം. നമുക്കിതിനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എല്ലാം സൈനുകൾ ചേഞ്ച് ചെയ്താൽ മതി. കണ്ടോ, നെഗറ്റീവ് കൊണ്ടിട്ട്. അപ്പോൾ എന്തായി നോക്കിയ ഇവിടെ വെറും 73 ആയിരുന്നു, അതെന്തായി നെഗറ്റീവാക്കി. കണ്ടോ, നമ്മളിതിനെ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതി തരാം കേട്ടോ, സബ്ട്രാക്ട് എന്ന് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ, ഷോർട്ടായിട്ട് എഴുതി വെച്ചേക്കാം സബ്ട്രാക്ട്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സൈനുകളൊക്കെ ചേഞ്ച് ചെയ്യുക. ഇവിടെ നെഗറ്റീവായി. ഇനി ഇതോ പോസിറ്റീവായിരുന്നു, അതും നെഗറ്റീവായി. ഇതും പോസിറ്റീവായിരുന്നു, അതിനെയും എന്താക്കി കൊടുത്തു, നെഗറ്റീവായി. അപ്പം നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഈ സൈനിനെയൊക്കെ ഞാൻ ഈ ചെയ്തിരിക്കുന്ന പോലെ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും, തെറ്റില്ല. ഓക്കെ, ഇത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ഈ പ്ലസ് ഒക്കെ. സോ അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനെ ബ്രാക്കറ്റിലിട്ട് വയ്ക്കുക. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ, 38 - 73. അത് എന്ത് ചെയ്താൽ മതി, സാധാരണ നമ്മൾ 73 38 റെഡ്യൂസ് ചെയ്യില്ലേ, അതേപോലെ റെഡ്യൂസ് ചെയ്തെടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, അതായത് നിങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ നേരത്തെ ആദ്യം 73 എഴുതിക്കൊള്ളുക, ദെൻ 38 എഴുതിക്കൊള്ളുക. പക്ഷെ നമുക്ക് ആൻസർ എത്ര കിട്ടുക, കണ്ടോ, ഇതെന്തായി 13 മാറി. ഇവിടെ എത്രയായി, 6 ആയിട്ട് മാറി. സോ ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക, ഇവിടെ 5 കിട്ടും. ഇവിടെ റെഡ്യൂസ് കണ്ടോ. അപ്പോൾ സാധാരണ പോലെ 73 - 38 എഴുതി, അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, 35. പിന്നെ ഇവിടെ ഗ്രേറ്റർ നമ്പർ 73 ആണ്. 73ൻ്റെ മുന്നിൽ എന്താ കിടക്കുന്നത്, മൈനസ് സൈനാണ്. സോ ആ മൈനസ് സൈൻ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസറിന് എന്ത് തന്നെ വരും, മൈനസ് വരും. കണ്ടോ, സോ മൈനസ്. സോ നമുക്കിവിടെ എന്താ കിട്ടിയത്, -5D = -35 കിട്ടി. അപ്പോൾ D = എന്ത് വരും, -35 അല്ല, ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, ഡിവിഷനായിട്ട് മാറും. സോ ഡിവൈഡഡ് ബൈ -5 കിട്ടി. ക്ലിയർ ആയില്ല? ഇനി 5 ഇതിൽ എത്ര ടൈംസ് പോയി, 7 ടൈംസ് പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, D എന്ന് പറയുന്നത് നമ്മുടെ 7 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി D കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇക്വേഷൻ 1 നോക്കുക. ഈ ഇക്വേഷൻ 1 ഈ ഡിയുടെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി. ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 7 ആണ്. സോ ഇതെടുത്ത് എഴുതിയിട്ട് ഡിയുടെ സ്ഥാനത്ത് 10D എന്ന് പറഞ്ഞാൽ എന്താ, 10 × D ആണ്. സോ 10 × 7 ചെയ്യുക. ഓക്കെ, നമുക്കത് നോക്കാം. കണ്ടോ, പുട്ട് ദ വാല്യൂ ഓഫ് D ഇൻ ഇക്വേഷൻ 1. സോ ഇക്വേഷൻ 1 നമ്മളെടുത്ത് എഴുതി a + 10D എന്ന് എഴുതി = 38. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. അവിടെ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. a + 10 × 7 = 38. ദെൻ a + 10 × 7 70 = 38. Therefore a = ഈ 38 എഴുതി, ഈ +17 അപ്പുറേക്ക് പോയപ്പോൾ അതെന്തായി, -70 ആയി. സോ a = ഇത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -32 കിട്ടും. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, a കിട്ടി അല്ലേ. അപ്പോൾ a 32 കിട്ടി. D എത്രയായിരുന്നു, നമ്മുടെ 7 ആയിരുന്നു. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കണ്ടോ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്, ഫൈൻഡ് ദ 31st ടേം ഓഫ് ആൻ AP എന്നാണ് അല്ലേ. ഹൂസ് 11th ടേം ഈസ് 38 ആൻഡ് ദ 16th ടേം ഈസ് 73 എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് എന്തെഴുതാൻ ലാസ്റ്റ്, കണ്ടോ, therefore the 31st term = നമുക്ക് എങ്ങനെ എഴുതാം, ഇത് തന്നെയല്ലേ, a + n - 1 × D. സോ a + n എന്ന് പറയുന്നത് ആരാണ്, 31 ആണ്. സോ 31 - 1 × D. ദെൻ a + ഇത് മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 30D. അപ്പോൾ a നമുക്ക് എന്തായിരുന്നു, -32 അല്ലേ നമ്മൾ കണ്ടെത്തിയേ. കണ്ടോ, അപ്പോൾ -32 + 30 × 7. ഈ 7 ആരാണ്, D ആണ്. അപ്പോൾ നമ്മൾ എയും ഡിയും എയും ആദ്യം നമ്മൾ D കണ്ടെത്തി, പിന്നെ a കണ്ടെത്തി, ഇത് ആ വാല്യൂ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു. കണ്ടോ, സോ നമുക്ക് കിട്ടിയത് എന്താണ്, -32 + 30 × 7. ഇനി നോക്കിയേ, -32 ആദ്യം എടുത്ത് എഴുതുക, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുക, 30 × 7. അത് ചെയ്തപ്പോൾ എത്ര കിട്ടി, കണ്ടോ, 210 കിട്ടി. ഇനിയോ ഇവിടെ -32 ഇവിടെ +210 ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 178 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹെൻസ് ദ 31st ടേം ഓഫ് ദ AP ഈസ് വാട്ട്, 178. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് നോക്കിക്കേ. കണ്ടോ, ദേ ഫൈൻഡ് ദ 31st ടേം ഓഫ് ആൻ AP ഹൂസ് 11th ടേം ഈസ് 38 ആൻഡ് ദ 16th ടേം ഈസ് 73. ഇതായിരുന്നല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു അല്ലേ. an = a + n - 1 × D എഴുതി. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത് 11th ടേം ആയതുകൊണ്ട് നമ്മൾ 11th ടേം = 38 എഴുതി. ഇനി നമ്മുടെ ഈ ഫോർമുല അങ്ങോട്ട് എഴുതി, a + n - 1 × D = 38. ഈ n എന്ന് പറയുന്നത് ആരാണ്, 11 ആണ്. സോ a + 11 - 1 × D = 38. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 10D. സോ a + 10D = 38. ദിസ് ഈസ് അവർ
ഫസ്റ്റ് ഈക്വേഷൻ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ ഇസ് വാട്ട്? 16th ടേം നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 73 ആയിരുന്നു. സോ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 73. മുകളിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ അപ്ലൈ എടുക്കാം. അപ്പോൾ എ പ്ലസ് എൻ്റെ സ്ഥാനത്ത് എന്തെഴുതി? 16 മൈനസ് 1 ഈക്വൽ ടു 1 ഇൻറ്റു ഡി ഈക്വൽ ടു 73. ദെൻ എന്ത് കിട്ടി? എ പ്ലസ് ഇത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ 15 ഡി ഈക്വൽ ടു 73 ആൻഡ് ഇത് നമ്മുടെ രണ്ടാമത്തെ ഈക്വേഷൻ. ഇനി സോൾവ് ചെയ്യുക ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈക്വേഷൻ. സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് എടുത്തെഴുതുക. താഴെയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും സൈൻ മാറുക. അതായത് സെക്കൻഡ് ഈക്വേഷൻ്റെ സൈൻ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുക. ഇത് പോസിറ്റീവായത് നെഗറ്റീവായി, ഇത് പോസിറ്റീവാണ് നെഗറ്റീവായി, ഇത് പോസിറ്റീവായി നെഗറ്റീവായി. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്? നമുക്കിതിൽ എ എന്നുള്ളതിനെ നമുക്കൊന്ന് കളയണം അല്ലേ, ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് വിടണം. സോ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആകുമ്പോൾ ഇത് ക്യാൻസൽ ആയെന്ന് അർത്ഥം. കണ്ടോ? ഇനി ബാക്കിയുള്ള നമുക്ക് സബ്ട്രാക്ട് ചെയ്താലോ? സോ 38ഉം 73ഉം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -35. മൈനസ് എവിടെ നിന്നാണ് വന്നേ? വലിയ നമ്പറിൻ്റെ മുന്നിൽ മൈനസ് ആയതുകൊണ്ട് മൈനസ്. ഹിയർ ഓൾസോ ലൈക്ക് ദാറ്റ് ഓൺലി. കണ്ടോ? 10 മൈനസ് 15. ഇവിടെ 15ൻ്റെ മുന്നിൽ ആരാ ഉള്ളത്? മൈനസ് ആണ്. സോ ഇത് -5d കിട്ടി. ഇനി d ഈക്വൽ ടു -35 ഡിവൈഡഡ് ബൈ ദിസ് -5. നെഗറ്റീവ് കട്ടായി. സോ 5 ഇതിൽ എത്ര ടൈംസ് പോയി? 7 ടൈംസ്. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, കട്ടായിപ്പോയി. അപ്പോൾ ഡി നമുക്ക് കിട്ടി. ഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷൻ എടുത്തിട്ട് ആ വാല്യൂ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ? പുട്ട് ദ വാല്യൂ ഓഫ് ഡി ഇൻ ഇക്വേഷൻ 1. സോ എ പ്ലസ് 10t ഈക്വൽ ടു 38 ആണ് നമ്മുടെ ഇക്വേഷൻ 1. സോ എ പ്ലസ് 10 ഇൻറ്റു 7 ഈക്വൽ ടു 38. എ പ്ലസ് 10 ഇൻറ്റു 7 എന്താ? 70 ഈക്വൽ ടു 38. ദോ എ ഈക്വൽ ടു ഈ 38 ഇത് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എന്തായി? +70 എന്നുള്ളത് -70 ആയി. സോ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഈക്വൽ ടു -32. ഇനി നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ 31st ടേം എന്ന് പറയുമ്പോൾ എന്താണ്? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ ഇതുപോലെ 31 മൈനസ് 1 ഇൻറ്റു ഡി, ദെൻ എ പ്ലസ് 30d. അപ്പോൾ -32 + 30 ഇൻറ്റു 1 അത് 30 ഇൻറ്റു 7 ചെയ്തു. അപ്പോൾ -32 + 210 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 170. അതാണ് നമ്മുടെ എന്തെന്ന് 31st ടേം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? സോ താങ്ക് യു സോ മച്ച്.